ഈ മൊനമ്പം ഇഷ്യൂമായും അതേപോലെ ഇസ്രായേൽ ഗാസയുമായും ഈ ഗ്ലോബൽ ടെററിസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കാത്തലിക്സ് ക്രിസ്ത്യൻ സഭയ്ക്കകത്ത് ഉണ്ടായ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് ടെറർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക്. അവരാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ UDF വോട്ട് ചെയ്യുന്നത്. അത് വ്യക്തമായി വിസിബിളായി സംഭവങ്ങൾ പുറത്തായി. അപ്പോൾ അതിന് എന്ത് പരിഹാരമാണ്, ഏത് രീതിയിൽ ഈ കാത്തലിക് സഭയും കേരളത്തിലെ ക്രൈസ്തവരെയും കോൺഗ്രസിലോട്ട് തിരിച്ചു കൊണ്ടുവരും? കേരളത്തിലെ മെത്രാൻ സമിതിയാണെങ്കിലും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആണെങ്കിലും വളരെ കൃത്യമായിട്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് മൊനമ്പം ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴത്തെ ഭയം ഇതൊന്നുമല്ല കോൺഗ്രസിനുണ്ടായേക്കുന്നത്. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്, 2026 നിയമസഭാ ഇലക്ഷൻ വരും. ഇവർ ഏകദേശം പൂർണ്ണമായിട്ടും ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയമായി. ജയിക്കുക മാത്രമല്ല, BJP ജയിക്കുന്ന കാര്യം പോയി, അവിടെ BJP ശക്തമായിട്ട് കേരളത്തിലെ ക്രൈസ്തവർ BJPക്ക് വോട്ട് ചെയ്യും. അതായത് ജോൺ ബിട്ടാസ് വല്ല തൃശ്ശൂരുകാർക്ക് തെറ്റുപറ്റി, ആ തെറ്റ് കേരളം മുഴുവനും ആവർത്തിക്കുമെന്നുള്ള ഭയം അത് കേരളത്തിന് ആഞ്ഞടിച്ചിരിക്കുകയാണ്.